സ്മാർട്ട് ഫോണുകൾ, സ്മാർട്ട് ടി വികൾ, സ്മാർട്ട് ക്ലാസ് റൂം, സ്മാർട്ട് വാച്ചുകൾ എല്ലാം സ്മാർട്ടായ ഒരു കാലഘട്ടത്താണ് നമ്മളിൽ. എല്ലാം സ്മാർട്ടാകട്ടെ, ഇനിയും സ്മാർട്ടാകട്ടെ, അല്ലേ? അപ്പോൾ ഇന്ന് വെർട്ടിക്കൽ റൂട്ട്സ് വന്നിട്ടുള്ളത് ഒരു ചെറിയ റിവ്യൂ വീഡിയോയുമായിട്ടാണ്. റിവ്യൂ ചെയ്യുന്നത് ഒരു സ്മാർട്ട് വാച്ചാണ്. ആദ്യമേ പറയാം, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാനൊരു സ്മാർട്ട് വാച്ച് വാങ്ങി, അതിൻ്റെ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം വിചാരിച്ചിട്ട്. എന്ന് മാത്രമാണോ നിങ്ങൾ വീഡിയോ കാണണേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടത്തിലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും വാച്ച് വാങ്ങാൻ, സ്മാർട്ട് വാച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വീഡിയോ ഈ വാച്ച് വാങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഒരു ചെറിയൊരു അവയർനെസ് കൊടുക്കാനുള്ള ചെറിയൊരു വീഡിയോ. അപ്പോൾ വാച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ, ഇതിനെക്കുറിച്ച് അറിയാൻ ഉദ്ദേശിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സ്മാർട്ട് വാച്ച് ഇതാണ്, കാണുന്നില്ലേ? ജിയോണിയുടെ ബഡ്ഡി സ്റ്റൈൽ ഫിറ്റ് GSW6 എന്ന മോഡലാണ് വാങ്ങിയുള്ളത്. സ്മാർട്ട് വാച്ചുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആപ്പിളിൻ്റെ ഒക്കെ സ്മാർട്ട് വാച്ചിനും നല്ല പൈസ കൊടുക്കണം. സാധാരണക്കാരന് താങ്ങാവുന്നതിൽ കൂടുതൽ എമൗണ്ടാണ് ബ്രാൻഡഡ് നല്ല ആപ്പിൾ പോലെയുള്ള സ്മാർട്ട് വാച്ചുകൾക്ക്. എന്നാൽ ഇപ്പോൾ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന വിലയിൽ സ്മാർട്ട് വാച്ചുകൾ ഇറക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതിൽ ഞാൻ സ്മാർട്ട് വാച്ച് വാങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ കുറച്ച് റിവ്യൂ ഒക്കെ നോക്കി അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നിയ എൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു സ്മാർട്ട് വാച്ച് വാങ്ങി. അതാണ് GSW6. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഒരാഴ്ചയായി. ഞാൻ ഒരാഴ്ച ഉപയോഗിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ റിവ്യൂ ചെയ്യാം. ഒന്ന് ഉപയോഗിച്ച്, ഞാൻ ആദ്യമായിട്ടാണ് സ്മാർട്ട് വാച്ച് വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്ന് പഠിച്ചതിന് ശേഷം, എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം റിവ്യൂ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്താണ്. അൺബോക്സിംഗ് ഒന്നുമില്ല. അൺബോക്സിംഗ് കഴിഞ്ഞു, ഒരാഴ്ച ഉപയോഗിച്ചും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. അപ്പോൾ ഇനി ഇതിൻ്റെ എന്തെല്ലാം ഫീച്ചേഴ്സുകളുണ്ട്, എന്തൊക്കെയാണ് ഇതിലുള്ളത്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, എത്രയാണ് വില തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കാം. ഇതിൻ്റെ ബോക്സിലുള്ളത് ഒരു യൂസർ മാനുവൽ, അതുപോലെ ഒരു വാറണ്ടി കാർഡ്, അതുപോലെ ഇതിൻ്റെ ചാർജർ. ഇതിൻ്റെ ചാർജർ നമുക്ക് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ ഒരു പ്രത്യേകത സ്മാർട്ട് വാച്ച് ഉള്ളവർക്കൊക്കെ അറിയാം. പിന്നെ ഇതിൻ്റെ പുറകിൽ ഒരു മാഗ്നറ്റാണ്. ഈ മാഗ്നറ്റിൽ ആണ് ഇത് ചാർജ് ചെയ്യുന്നത്. ഉണ്ടോ? ഇതിങ്ങനെ ജസ്റ്റ് അവിടെ വെച്ച് കൊടുക്കേണ്ട കാര്യമുള്ളൂ. എന്നിട്ട് നമ്മളൊരു ചാർജിങ് അഡാപ്റ്റർ വെച്ചിട്ട് നമുക്കത് ചാർജ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ചാർജർ പ്രത്യേകത. ഇനി ഇതിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വാച്ച് കിട്ടിയ ഫസ്റ്റ് ഓൺ ചെയ്ത ഉടനെ, റീചാർജ് ചെയ്ത് ഓൺ ചെയ്ത ഉടനെ തന്നെ ഇവരുടെ ആപ്പുമായിട്ട് ഇത് പെയർ ചെയ്യണം. വാച്ച് പെയർ ചെയ്യണം. അവരുടെ ആപ്പാണ് ഈ കാണുന്നത്. ജിയോണിയുടെ GSW6 മോഡലിൻ്റെ ആപ്പാണിത്. ഓരോ GSW8 ഉണ്ട്, അതിന് വേറെ ആപ്പാണെന്ന് തോന്നുന്നു. ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാച്ച് ഫേസുകൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. നമുക്ക് നോക്കിയാൽ കാണാം, ഉണ്ടോ? വാച്ച് ഫേസുകളും മാറ്റാം. നമുക്ക് താല്പര്യമുള്ള ഫേസുകൾ എടുക്കാം. അതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് താല്പര്യം ഇഷ്ടമുള്ള ഫോട്ടോ വെച്ചിട്ട് ഒക്കെ വാച്ചുകൾ എടുക്കാൻ കഴിയും. അതുകൊണ്ടോ ആ ഫോട്ടോ അപ്ലോഡ് ആവുന്നുണ്ട്. കേട്ടോ? അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മുടെ വാച്ചിൻ്റെ ഇൻ്റർഫേസ് നമ്മൾ കൊടുത്ത ഫോട്ടോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിൽ തന്നെ ഇഷ്ടം പോലെ വാച്ച് ഫേസുകളുണ്ട്. നെറ്റ് കണക്ട് ചെയ്തില്ല. ഒരുപാട് വാച്ച് ഇൻ്റർഫേസുകളുണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം, ഡൗൺലോഡ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാൻ കഴിയും. അതുപോലെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് എന്തൊക്കെ നോട്ടിഫിക്കേഷൻ, ഫോൺ നോട്ടിഫിക്കേഷൻ, മെസ്സേജ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമ്മുടെ വാച്ചിലേക്ക് വരാൻ വേണ്ടി നമുക്ക് പെർമിഷൻ കൊടുക്കാം.
അലാറം സെറ്റ് ചെയ്യാം. അതുപോലെ ഷട്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ നമുക്ക് നമ്മുടെ മൊബൈൽ ക്യാമറയുടെ റിമോട്ടായിട്ട് പിന്നെ ഫോൺ ഉപയോഗിക്കാൻ കഴിയും, ഈ വാച്ച് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഇതുണ്ടാവും. അപ്പോൾ ഞാൻ ക്യാമറ ഫോട്ടോ എടുക്കുന്നു, കണ്ടോ? നമ്മൾ വാച്ച് ഉപയോഗിച്ചിട്ട് എടുത്ത ഫോട്ടോ ആണിത്, കണ്ടില്ലേ? ഇങ്ങനെ നമുക്കിപ്പോൾ ആരും അറിയാതെ ഫോട്ടോ എടുക്കണം. ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ അത് കുറേ ആൾക്കാർ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും അറിയാതെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇതും ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഫേവറേറ്റ് കോൺടാക്റ്റ്, ഏകദേശം 8 കോൺടാക്റ്റുകൾ നമുക്കിതിൽ ഫേവറേറ്റ് കോൺടാക്റ്റ് ആഡ് ചെയ്യാം. അതിൽ കൂടുതൽ കഴിയില്ല. സെറ്റിങ്സ്, അതിൻ്റെ അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെയാണ് ഇതുള്ളത്. ഇനി നമുക്ക് വാച്ചിലേക്ക് വരാം. വാച്ചിൽ നമുക്ക് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യണം. ഇന്ന് ഞാൻ നടന്ന സ്റ്റെപ്സാണത് 3313. അതുപോലെ നമ്മുടെ സ്ലീപ്പ് പിന്നെ ഉറക്കത്തിൻ്റെ ഒരു പിന്നെ എത്രത്തോളം നന്നായി ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് നമുക്കിതിൽ കൗണ്ട് ചെയ്യാൻ കഴിയും. ഇത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൗണ്ട് ചെയ്യാൻ കഴിയും, ചെക്ക് ചെയ്യാൻ കഴിയും. ഞാനൊന്ന് വാച്ച് കെട്ടി കാണിച്ചുതരാം. അപ്പോൾ വാച്ച് കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഹാർട്ട് റേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു 2 സെക്കൻഡ് അത് കൗണ്ട് ചെയ്യാൻ വേണ്ടി എടുക്കും. ഉണ്ടോ? ഇപ്പോൾ കാണിക്കുന്നു, നമ്മൾ ഹാർട്ട് റേറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ SpO2 ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യാൻ നമ്മളിപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് എല്ലാവരും ഈ പൾസ് ഓക്സിമീറ്റർ വാങ്ങിയായിരുന്നു. നമ്മുടെ പൾസ് ഓക്സിമീറ്ററാണ് ഇത്. ഉണ്ടോ? 96 നമ്മുടെ ഓക്സിജൻ കണ്ടുണ്ട്. അതുപോലെ ഫോൺ പെയർ ചെയ്യാൻ ഫോണിൽ നമുക്ക് കോൾ റെക്കോർഡ്സ് പരിശോധിക്കാം, കോൾ ലോഗ്. അതുപോലെ ഡയൽ പാഡ്, നമുക്ക് ഇതിൽ തന്നെ നമ്പർ ഡയൽ ചെയ്യാം. നമുക്കിതിൻ്റെ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ശരിക്ക് കേൾക്കുന്നുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ ഒരു സൗണ്ട്, നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ വാച്ച് ഇത് വാങ്ങുന്ന പിന്നെ നമ്മൾ സ്മാർട്ട് വാച്ച് ചെക്ക് ചെയ്യുന്നവർ നമുക്ക് എന്തൊക്കെ കണ്ടൻറ്റ് വേണം എന്ന് നമ്മൾക്ക് ആദ്യം ഒരു ധാരണ വേണം. ഇപ്പോൾ കുറേ സ്മാർട്ട് വാച്ചുകൾ നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, കോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലാത്ത, അതായത് നമുക്ക് മിസ് കോൾ അലർട്ട് ഇതിൽ വരും, മെസ്സേജുകൾ വരും, ഇതൊക്കെ വരും. പക്ഷേ നമുക്ക് ഇതുപോലെ കോൾ ചെയ്യാൻ സാധിക്കാത്ത സ്മാർട്ട് വാച്ചുകൾ. അപ്പോൾ നമുക്ക് കോളിംഗ് പിന്നെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ്, ഫോണിൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ നിന്നാണ് കോൾ പോകുന്നത്. ഇതിൽ സിമ്മൊന്നുമില്ല, ഇതിൽ സിം ഇട്ടിട്ട് കോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഫോണിൻ്റെ സിം ഉപയോഗിച്ച് ഫോൺ കൊണ്ട് കോൾ ചെയ്യുന്നത് അത് നമുക്ക് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കണക്കെ നമ്മുടെ വാച്ചിൽ ഉപയോഗിക്കും. ഇത് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ബ്ലൂടൂത്ത് വഴിയാണെങ്കിൽ പോലും ഉപയോഗിക്കാം, നിയമപ്രകാരം പാടില്ല. പക്ഷേ നമ്മൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കാതെ, ഇപ്പോൾ ബൈക്കിലൊന്നും പോകുമ്പോൾ നമുക്ക് ഈ സൗണ്ട് കൊണ്ട് ക്ലിയറായി കേൾക്കണമെന്നില്ല. നേരെ മറിച്ച് ഒരു കാറിൽ ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ടിൽ കേൾക്കും. അതല്ലാതെ പോലെ നമുക്ക് അടച്ചിട്ട റൂമിൽ ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്കിതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാനിത് നോക്കിയിട്ട് വാങ്ങിയതാണ്. എനിക്ക് കോളിംഗ് ഫെസിലിറ്റി ഉള്ളത് വേണ്ടി നോക്കി വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാച്ച് വാങ്ങിയത്. പിന്നെ നമുക്ക് ഇതിൽ വെതർ കണ്ടീഷൻ മെസ്സേജ്, ഫോണിൽ വരുന്ന മെസ്സേജ് നമുക്ക് ഇതിൽ കൂടി വായിക്കാൻ കഴിയും. ഈ വാച്ചിൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ നേരത്തെ കാണിച്ച ഷട്ടർ, പ്ലെയർ, നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യാൻ ഫോണിലുള്ള മ്യൂസിക് ഇതിൽ പ്ലേ ചെയ്യാൻ കഴിയും. റിലാക്സ്, സ്റ്റോപ്പ് വാച്ച്, അലാറം, കൗണ്ട് ഡൗൺ, ഫ്ലാഷ് ലൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്.
നമ്മുടെ സ്റ്റെപ്പ് കിട്ടുന്നത് ഇത് ഈ രീതിയിലും നമുക്ക് എടുക്കാമെന്നാണ്. ഹാർട്ട് റേറ്റ്, കോള്, അതുപോലെ SpO2, വെതർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വാച്ചിൽ കിട്ടുന്നത്. അതുപോലെ നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ആവശ്യത്തിനുള്ള ബ്രൈറ്റ്നസ് എടുക്കാം. ഈ ഹണി കോംബ് മോഡലാണെങ്കിൽ ഇതുപോലെ നമുക്ക് കിട്ടും. ഇതിൻ്റെ പിറകിൽ നേരത്തെ നമ്മൾ കാണിച്ചു, ഇത് ചാർജ് ചെയ്യാവുന്ന ബട്ടണ്. ഇത് നമ്മുടെ ഹാർട്ട് റേറ്റ് അതുപോലെ SpO2 ഒക്കെ സെൻസർ ചെയ്യുന്ന സെൻസറുകളാണ് ഇതിലുള്ളത്. അത്യാവശ്യം ചെറിയ ഒരു മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാലും ഇതിന് കുഴപ്പമില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ വെള്ളത്തിൽ മുക്കി വെക്കാൻ പറ്റുമെന്ന് കമ്പനി അവകാശപ്പെടുന്നില്ല. എന്നാൽ നമ്മളിപ്പോൾ സാധാരണ വാച്ച് ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ മഴ പെയ്താൽ മഴവെള്ളം കൊള്ളും, പിന്നെ മഴ കൊണ്ട് നനയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ അത്യാവശ്യം ചിലപ്പോൾ വാച്ച് കയ്യിൽ കെട്ടുമ്പോൾ നനയും, വിയർപ്പ് കൊണ്ട് നനയും. അപ്പോൾ അതുകൊണ്ടൊന്നും ഈ വാച്ചിന് യാതൊരു തകരാറുമില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഞാനിപ്പോൾ ഒരാഴ്ച ഉപയോഗിച്ചു. ഞാൻ അത്യാവശ്യം മഴയൊക്കെ കൊണ്ടുണ്ട്, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ജിയോണി GSW6 ബഡ്ഡി സ്റ്റൈൽ ഫിറ്റ് GSW6ൻ്റെ ഒരു റിവ്യൂ ആണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരാഴ്ച കെട്ടി ഉപയോഗിച്ച ശേഷമുള്ള അനുഭവത്തിൽ നിന്നുള്ള റിവ്യൂ ആണ് നിങ്ങളെ കാണിപ്പിച്ചത്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കാര്യമായിട്ട് നെഗറ്റീവ് തോന്നിയില്ല. പക്ഷേ BP ചെക്കിങ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഹാർട്ട് റേറ്റ് മാത്രമേ ഉള്ളൂ, അതുപോലെ SpO2, ഓക്സിജൻ പൾസ് ഓക്സിമീറ്റർ മാത്രമേ ഉള്ളൂ. BP കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഏതായാലും ഇതിൽ ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു കോസ്റ്റിൽ വരുന്നതിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയും ഫെസിലിറ്റി നൽകാനേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിൻ്റെ വില 2499 രൂപയ്ക്ക് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. അതിലവർ കാണിച്ചിട്ടുള്ള MRP 6999 രൂപയാണ്. ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സ് ഓഫറിലാണ് 2499 എന്ന് പറയുന്നത് 2500 രൂപ. അതാണ് ഇതിൻ്റെ വില. ഇപ്പോൾ ഞാൻ ഈ ഒരു റിവ്യൂ വിട്ടതുകൊണ്ട് ഞാൻ ഒരാളോടും നിങ്ങൾ ഇത് തന്നെ പോയി വാങ്ങിക്കോ എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം മാർക്കറ്റിൽ ഇഷ്ടം പോലെ പിന്നെ സ്മാർട്ട് വാച്ചുകൾ അവൈലബിൾ ആണ്. ലോ ബഡ്ജറ്റ് ഇതിലും 2500 രൂപയിൽ കുറവുള്ള പിന്നെ സ്മാർട്ട് വാച്ചുകളും ഉണ്ട്, കൂടിയ വിലയുടെ സ്മാർട്ട് വാച്ചുകളും ഉണ്ട്. എന്തായാലും സ്മാർട്ട് വാച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെല്ലാം ഫെസിലിറ്റീസ് നിങ്ങളുടെ സ്മാർട്ട് വാച്ചിൽ വേണം എന്ന് നിങ്ങൾക്ക് ആദ്യമേ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് കിട്ടുന്ന സ്മാർട്ട് വാച്ചുകൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ വാങ്ങുക. ഞാനിത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും പോയി ജിയോണി തന്നെ വാങ്ങണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ കെട്ടി ഉപയോഗിച്ചിടത്തോളം ഒരാഴ്ച ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരാഴ്ച ഉപയോഗിച്ചുകൊണ്ടും എനിക്കിത് കുഴപ്പമില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കമ്പനി വാങ്ങാം. ഏത് കമ്പനി വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾക്ക് വേണ്ട ഫീച്ചറുകൾ അതിലുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയ സംഭവം എന്ന് വെച്ചാൽ അവനൊരു 4500 രൂപ കൊടുത്തിട്ട് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങി. പക്ഷേ അത് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൽ ഇപ്പോൾ നമ്മൾ കോൾ ചെയ്ത പോലെയുള്ള കോൾ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അതിൽ നോട്ടിഫിക്കേഷൻ മാത്രമേ വരുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെ ഉള്ള വാച്ചുകൾ വാങ്ങാം. അല്ല, കോൾ കൂടി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത്തരം വാച്ചുകൾ നോക്കി തിരഞ്ഞെടുത്ത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വാച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ബാക്കി മറ്റു വീഡിയോകൾ തുടർന്നും കാണുന്നതാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.